ഓഫീസ് കൂടെ എടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് മാറണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടെ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഈ നഗരസഭയുടെ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഒരു ഭാഗം MLA-യും ഒരു ഭാഗം കൌൺസിലറുമായിട്ട് നേരത്തെ BJP-യുടെ കൌൺസിലർ ആയിരുന്നു ശ്രീ മധുസൂദനൻ നായർ. അദ്ദേഹവും 5 കൊല്ലം ആ ഓഫീസാണ് ഉപയോഗിച്ചത്. അതിന് മുമ്പിരുന്ന കൌൺസിലർമാരും അവിടെ തന്നെയാണ് ഉപയോഗിച്ചത്. ഞാൻ നേരത്തെ മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഈ വാർഡ് കേന്ദ്രങ്ങൾ അനുവദിക്കാൻ തീരുമാനിക്കുന്നത്. എല്ലാ കൌൺസിലർമാർക്കും 100 കൌൺസിലർമാർക്കും നഗരസഭയുടെ കെട്ടിടം ഉണ്ടെങ്കിൽ അവിടെ, ഇല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു കെട്ടിടം എടുത്ത് വാർഡ് കമ്മിറ്റി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവിടുന്നത് അന്നാണ്. അപ്പോൾ ഞങ്ങൾ MLA ആയ സമയത്താണ് കോർപ്പറേഷൻ കൌൺസിലിന് അപേക്ഷ കൊടുത്തു. അവർ തീരുമാനിച്ചു, വാടക നിശ്ചയിച്ചു. ആ വാടക ഒടുക്കി ഞങ്ങളവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അത് ഒഴിയാൻ പറയാൻ നിയമപരമായ കാര്യങ്ങളുണ്ട്. ഈ തീരുമാനിച്ച കൌൺസിൽ അത് റദ്ദാക്കി നഗരസഭാ സെക്രട്ടറി ഞങ്ങൾക്ക് നോട്ടീസ് നൽകുമ്പോഴാണ് എന്റെ നടപടിക്രമമാവുക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താ? കൌൺസിലർ വിളിച്ച് MLA-യോട് ഒഴിയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് എവിടെ തന്നെയായവാ? അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കിട്ടുമ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി ആവശ്യപ്പെടുന്നത് പോലെ ഒരു നിലപാടായി പോയി എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ല. ഇവിടെ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഉണ്ട്. അവർക്കെല്ലാം പ്രവർത്തിക്കാൻ അധികാരവും അവകാശവുമുണ്ട്. അത് നിലനിൽക്കെ ഈ നിലയിൽ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്നത് പോലെയുള്ള ബുൾഡോസർ രാജ് പോലുള്ള കാര്യങ്ങളുടെ വേറൊരു മാതൃക കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ രാവിലെ ഏഷ്യൻ ന്യൂസ് ശ്രീലേഖ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോർപ്പറേഷന്റെ ഫയൽ മാറ്റിവെച്ചത് ഒരുപാട് സന്ദർശകർ വരും. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ പുതിയൊരു തിട്ടൂരം ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ പുതിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ശ്രീലേഖ നേരത്തെ മേയർ ആകുമെന്നൊക്കെ ആയിരുന്നു ജനങ്ങളുടെയും ശ്രീലേഖയുടെയും പ്രതീക്ഷ. ശ്രീലേഖ വളരെയധികം ആഗ്രഹിച്ചതാണ് തിരുവനന്തപുരം മേയറായി തിരുവനന്തപുരം ഒന്ന് കലക്കി പിടിച്ച് കളയാമെന്ന്. എന്തായാലും അത് നടന്നില്ല. ഇപ്പോൾ പുതിയ ഐഡിയ കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് MLA പ്രശാന്ത് വളരെ സൗമ്യനായ, അതായത് മാർക്സിസ്റ്റുകാരുടെ യാതൊരു വൃത്തികേടുകളോ അഹങ്കാരമോ ഇല്ലാത്ത നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രശാന്ത്. 5 വർഷവും 4 വർഷവും കണ്ട തിരുവനന്തപുരം മേയറായിരുന്നതാണ്. അദ്ദേഹം മേയറായിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർക്ക് കോർപ്പറേഷന്റെ കീഴിലുള്ള ഏതെങ്കിലും കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വാടകയില്ലാതെ ഓഫീസുകൾ കൊടുക്കാൻ തീരുമാനമെടുത്തു. അഥവാ കോർപ്പറേഷൻ ബിൽഡിങ്ങുകൾ അല്ലാത്തതുണ്ടെങ്കിൽ വാടകയ്ക്ക് അവർക്ക് ഒരു ഓഫീസ് തുറക്കാനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തു. ആ തീരുമാനമെടുത്ത പ്രശാന്ത് തിരുവനന്തപുരം